നമ്മുടെ മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത് ഒരുപാട് പ്ലാനറ്റ്സുകൾ, നക്ഷത്രങ്ങൾ, അതുപോലെ തന്നെ ഗ്യാസ് ക്ലൗഡുകൾ ഇവയെല്ലാം ചേർന്ന ഒരു സ്പൈറൽ രൂപത്തിലുള്ള ഒരു വലിയ ഗാലക്സിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മിൽക്കി വേ ഗാലക്സിയുടെ ചില ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റുന്നതുമാണ്. എന്നാൽ നമ്മൾ കാണുന്നത് മിൽക്കി വേയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കാരണം നമ്മൾ ശരിക്കും മിൽക്കി വേ ഗാലക്സിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇതിനെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മിൽക്കി വേ ഗാലക്സിയെ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ മിൽക്കി വേ ഗാലക്സിയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും നമുക്ക് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ടെലസ്കോപ്പ് കൊണ്ടോ കാണാൻ പറ്റാത്തവയാണ്. എന്നാൽ ഈ മിൽക്കി വേ ഗാലക്സിയെ ചുറ്റിക്കൊണ്ട് ചില നെയ്ബർ ഹിഡൻ ഗാലക്സീസ് ഉണ്ട്. നമുക്ക് ഇന്ന് ആ ഗാലക്സികളെ കുറിച്ച് നോക്കാം. ഈ ഗാലക്സികൾ എന്ന് പറയുന്നത് ഒരിക്കലും മിൽക്കി വേയുടെ ഭാഗങ്ങളല്ല. ഇവ മിൽക്കി വേ ഗാലക്സികൾക്കുള്ളിലല്ല. ഇവ മിൽക്കി വേ ഗാലക്സിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിൻ്റെ കീഴിൽ മിൽക്കി വേ ഗാലക്സിയുമായിട്ട് ഓർബിറ്റ് ചെയ്യുന്ന ഗാലക്സികളാണ്. ഈ ഹിഡൻ ഗാലക്സികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാലക്സിയാണ് സജിറ്റേറിയസ് ഡ്വാർഫ് ഗാലക്സി. ഇത് നമ്മളിൽ നിന്നും ഏകദേശം 70,000 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഈ ഗാലക്സി മിൽക്കി വേയുടെ ആകർഷണ ശക്തി കൊണ്ട് തന്നെ മിൽക്കി വേയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മിൽക്കി വേയുടെ ശക്തമായ ഗ്രാവിറ്റി കാരണം ആ ഗാലക്സിയിലെ നക്ഷത്രങ്ങളെല്ലാം പിരിഞ്ഞു പോവുകയാണ്. ഇതിൽ പിരിഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ മിൽക്കി വേയുടെ ഉള്ളിലേക്ക് കടക്കുന്നു. ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രക്രിയയല്ല. ഇത് ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടെടുത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. സജിറ്റേറിയസ് ഗാലക്സിയിൽ ഇപ്പോഴും നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ ഇവയെല്ലാം പതുക്കെ മിൽക്കി വേ ഗാലക്സിക്കുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും പിരിഞ്ഞുപോയ ഈ നക്ഷത്രങ്ങൾ മിൽക്കി വേക്കുള്ളിൽ ഒരു പാതയിലൂടെയോ അല്ലെങ്കിൽ വളഞ്ഞൊരു വര പോലെയോ നീങ്ങുന്നതായിട്ട് കാണപ്പെടുന്നു. ഈ നക്ഷത്ര വരികളെയാണ് സ്റ്റെല്ലാർ സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സജിറ്റേറിയസ് ഗാലക്സിയിലെ ചില നക്ഷത്രങ്ങൾ ഓൾറെഡി നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ വന്നു കഴിഞ്ഞു. ഇനി ഒരുപാട് നക്ഷത്രങ്ങൾ വരാനും ബാക്കിയുണ്ട്. ഇതിന് ഒരുപാട് സമയമെടുക്കുമെന്ന് മാത്രം. ഇനി നമുക്ക് മിൽക്കി വേക്ക് അടുത്തുള്ള അടുത്ത ഹിഡൻ ഗാലക്സിയെക്കുറിച്ച് നോക്കാം. ഇതിൻ്റെ പേരാണ് കാനീസ് മേജർ ഡ്വാർഫ് ഗാലക്സി. ഇത് നമ്മളിൽ നിന്നും ഏകദേശം 25,000 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിൻ്റെ കീഴിൽ തന്നെയാണ്. ഇവ ശരിക്കും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിൻ്റെ കീഴിൽ ഓർബിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഭാരം, അതുപോലെ തന്നെ രൂപം, സ്പൈറൽ ഘടന ഇവയെക്കുറിച്ചെല്ലാം പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ആകാശത്ത് ദക്ഷിണ ഭാഗത്ത് കാണുന്ന ലാർജ് മാഗല്ലിക് ക്ലൗഡ്, അതുപോലെ തന്നെ സ്മോൾ മാഗല്ലിക് ക്ലൗഡ്, ഇവ രണ്ടും മിൽക്കി വേ ഓർബിറ്റ് ചെയ്യുന്ന 2 ഗാലക്സികളാണ്. ഈ ലാർജ് മാഗല്ലിക് ക്ലൗഡ് നമ്മളിൽ നിന്നും ഏകദേശം 1,60,000 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സ്മോൾ മാഗല്ലാനിക് ക്ലൗഡ് നമ്മളിൽ നിന്നും സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 2,00,000 പ്രകാശവർഷം അകലെയാണ്. ഈ 2 ഗാലക്സികളെയും നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മിൽക്കി വേയുടെ ഗ്രോത്തിന് ഈ 2 ഗാലക്സികളും ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗാലക്സിയുടെ ഓർബിറ്റിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മിൽക്കി വേ ഗാലക്സിയുടെ ഭാവി, രൂപം, അതുപോലെ തന്നെ പുറത്താണ്. പക്ഷേ ഇവയിലെ നക്ഷത്രങ്ങൾ നമ്മുടെ മിൽക്കി വേയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ കാലക്രമേണ ഈ ഗാലക്സികളും നമ്മുടെ മിൽക്കി വേക്കുള്ളിലേക്ക് വരും. പക്ഷേ അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ശരിക്കും ഈ ഹിഡൻ ഗാലക്സികളെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഒരുപാട് ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹബിൾ ടെലിസ്കോപ്പ് വഴി ഡീപ്പ് സ്പേസിലുള്ള ഗാലക്സികളെ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗായ മിഷൻ പ്രകാരം നക്ഷത്രങ്ങളുടെ സ്ഥാനം സൂക്ഷ്മമായി മാപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ് കണ്ടെത്താൻ റേഡിയോ ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവ എല്ലാത്തിൻ്റെയും കൂട്ടായ്മകൾ കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നത്. പിന്നീട് ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രധാന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മിൽക്കി വേ ഗാലക്സിക്കടുത്ത് ചെറിയ ഹിഡൻ ഗാലക്സികൾ കണ്ടെത്തി. പിന്നെ എന്തുകൊണ്ടാണ് ആൻഡ്രോമിഡ ഗാലക്സിയാണ് നമുക്കടുത്തുള്ള ഒരു ഗാലക്സി എന്ന് പറയപ്പെടുന്നത്? കാരണം പൊതുവെ എല്ലാവരും പറയുന്നതാണ് ആൻഡ്രോമിഡ ഗാലക്സിയാണ് മിൽക്കി വേ ഗാലക്സിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗാലക്സി എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ശരിക്കും ഈ പറഞ്ഞ ഡ്വാർഫ് ഗാലക്സീസ് എല്ലാം മിൽക്കി വേയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിനുള്ളിൽ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാലക്സീസാണ്. എന്നാൽ ആൻഡ്രോമിഡ ഗാലക്സി എന്ന് പറയുന്നത് M31 വിഭാഗത്തിൽപ്പെടുന്ന ഒരു വലിയ ഗാലക്സിയാണ്. ഇതൊരിക്കലും മിൽക്കി വേ ഗാലക്സിയുടെ ഗ്രാവിറ്റേഷൻ്റെ പുള്ളിന് കീഴിലല്ല.
ആൻഡ്രോമീഡ ഗാലക്സി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ വലിയ ഗാലക്സിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആൻഡ്രോമീഡ ഗാലക്സിയെ നമ്മൾ മിൽക്കി വേ ഗാലക്സിക്ക് അടുത്തുള്ള ഗാലക്സി എന്ന് പറയാൻ കാരണം ഇത് സ്വതന്ത്രമാണ്. ഇതിന് മിൽക്കി വേ ഗാലക്സിയുടെ യാതൊരു തരത്തിലുള്ള സ്വാധീനവുമില്ല. എന്നാൽ മറ്റുള്ള ഈ ഹിഡൻ ഡ്വാർഫ് ഗാലക്സീസ് മിൽക്കി വേ ഗാലക്സിയുടെ സ്വാധീനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഹിഡൻ ഗാലക്സികളെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഗാലക്സി ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിഡൻ ഗാലക്സീസ് ഒരിക്കലും നമ്മുടെ മിൽക്കി വേ ഗാലക്സികൾക്കുള്ളിലല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മൾക്കുണ്ടാവാൻ പാടില്ല. ഇവ മിൽക്കി വേ ഗാലക്സിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിന് കീഴിൽ ഓർബിറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മിൽക്കി വേ കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഗാലക്സി എന്ന് പറയുന്നത് അത് ആൻഡ്രോമീഡ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ആൻഡ്രോമീഡ ഗാലക്സി എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അവയാണ്. അതായത് പ്രകാശവേഗത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ അവിടെ എത്തണമെങ്കിൽ 2.5 മില്യൺ ഇയേഴ്സ് ആകും. പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിൽ ഇത് അത്ര വലിയ ദൂരമൊന്നുമല്ല. ശരിക്കും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്നും മറ്ററ്റത്തേക്ക് പോകണമെങ്കിൽ ഏകദേശം 1,00,000 പ്രകാശവർഷം സഞ്ചരിക്കണം. ശരിക്കും നമ്മൾ കണ്ടെത്തിയത് വളരെ ചുരുക്കം ഹിഡൻ ഡ്വാർഫ് ഗാലക്സീസ് ആണ്. നമ്മുടെ യൂണിവേഴ്സിൽ ഇതുപോലെ ഒരുപാട് ഹിഡൻ ഡ്വാർഫ് ഗാലക്സീസ് ഉണ്ടാകാം. പുതിയ ടെക്നോളജികൾ അതുപോലെ തന്നെ സ്പേസ് മിഷൻ ഇതിനെല്ലാം സഹായത്തോടു കൂടി നമുക്ക് ഇവയെക്കുറിച്ചെല്ലാം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലത്തെ പുതിയ കണ്ടെത്തലുകൾ കണ്ടെത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.